എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡ്രീം മെമ്മറീസ് എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് പാൽക്കപ്പയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് പാൽക്കപ്പ. അപ്പോൾ നമുക്കതിനാദ്യം കപ്പ നമുക്കൊന്ന് തോല് കളഞ്ഞ് എടുക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പ അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് കൊത്തി നുറുക്കി കഷ്ണങ്ങളാക്കാം. നമ്മളിത് ഈ ഒരു സൈസിലാണ് കഷ്ണങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ വലിയ കഷ്ണം വേണമെന്നുള്ളവർക്ക് ആ രീതിയിൽ വലിയ കഷ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ കപ്പയും കഷ്ണങ്ങളാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് മാറ്റാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുക്കർ അടച്ച് നമുക്കിനി ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം. അപ്പം കപ്പ ഒന്ന് ആയി വരട്ടെ. അതിനിടയിൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആ പരിപാടി. നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായി പിഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോൾ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ ഉണ്ടാക്കണം എന്നില്ല. പക്ഷെ നമുക്ക് എത്ര പാൽ ടോട്ടൽ കിട്ടുന്നോ അതൊന്ന് ഒരു ചെറിയൊരു പോർഷൻ നമ്മളെടുത്ത് മാറ്റി വെക്കണം. അത് അവസാനത്തേക്ക് നമുക്ക് ഇതൊന്നും കൂടി കുറുകി വരുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും തേങ്ങാപ്പാലാണ് നമുക്ക് ടോട്ടലി കിട്ടിയത്. അത് നമ്മൾ 2ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി, പച്ചമുളക് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കണം, അല്ലെങ്കിൽ അരച്ചെടുത്താലും മതി. ഇപ്പം അമ്മയിലൊക്കെ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രഡീഷണൽ ഫ്ലേവർ നമുക്ക് കിട്ടും. അതേപോലെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. അപ്പോഴേക്കും കപ്പ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കണം, കപ്പയുടെ പരുവം എന്തായി എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. കപ്പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റണം. നമ്മളിത് ഈ പാത്രത്തിലേക്കാണ് കപ്പ മാറ്റുന്നത്. നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ഇട്ടു. പാകത്തിന് ഉപ്പിടുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് വീണ്ടും സ്റ്റവ് ഓണാക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ കാണാനൊരു ഭംഗിയുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ പാൽക്കപ്പ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ കാണുന്നത് ഈ ഒരു പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വറുത്തിടാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചട്ടി ആദ്യം അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു.
എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊന്നും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ വറുത്തിടാനുള്ളത് കറക്റ്റ് പരിവായിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങനെ എടുത്ത് പാൽക്കപ്പയിലേക്ക് കൊട്ടാം. നമുക്ക് നോക്കിയാൽ കാണാം നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഡിഷാണ് നമ്മുടെ പാൽക്കപ്പ. പച്ചയും ചുവപ്പും മഞ്ഞയൊക്കെ നിറത്തിൽ ഇങ്ങനെ വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ അങ്ങനെ തയ്യാറായിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂടെ ഇരിക്കുന്നത് മീൻകറിയാണ്. പണ്ട് മുതലേ കപ്പയും മീൻകറിയാണ് കോമ്പിനേഷൻ എന്നുള്ളതുകൊണ്ട് നമ്മളതിൻ്റെ കൂട്ടത്തിൽ മീൻകറിയും കൂടി ഉണ്ടാക്കിയെന്നുള്ളതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.